കൊല്ലം കാഴ്ചകൾ വശ്യമനോഹരമാണ്. കടലും കായലും പുഴയും മലയും വനവും എല്ലാം ഉൾപ്പെട്ട ഒരു മനോഹരമായ ഭൂപ്രദേശമാണ് കൊല്ലം. വയലാറിന്റെ വരികൾ പോലെ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, കൊല്ലത്തിന് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്ന് കൊല്ലക്കാർക്ക് പറയാൻ, അഭിമാനിക്കാൻ ഒരുപാടുണ്ട് കൊല്ലത്ത്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പുനലൂർ ചാലിയക്കര വഴി ഒരു യാത്ര ചെയ്താൽ ഹരിതാഭമാർന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കും. ഇരുവശവും തോട്ടങ്ങളുടെയും ലയങ്ങളുടെയും കാഴ്ചകളും. പൈനാപ്പിൾ മണമുള്ള കാറ്റേറ്റ് നാഗമല എസ്റ്റേറ്റ് വഴി കുറവൻതാവളത്തിലേക്കും പിന്നെ മാമ്പഴത്തറയിലേക്കും. നല്ല മഴക്കാലമാണ്. മടിപിടിച്ചിരിക്കാതെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് കാണാൻ കിഴക്കൻ മേഖലയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. യാത്രക്കിടയിൽ ഏറെ നേരം വനത്തിൽ കൂടി തന്നെ യാത്ര ചെയ്യണം. നിബിഡ വനമേഖലയിലെ പാതയിലൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനയെയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും ഒക്കെ കാണാം. പ്രകൃതി സ്നേഹികളായ സഞ്ചാരികളെ ഏറെ കൊതിപ്പിക്കുന്ന ഒരിടം തന്നെയാണ് ചാലിയക്കര, കുറവൻതാവളം, മാമ്പഴത്തറ, അമ്പനാട് യാത്രകൾ. മഴക്കാലമായതിനാൽ മലകളുടെ താഴ്വാരങ്ങളിൽ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച മനോഹരം തന്നെയാണ്. ഏറെ നേരം കാത്തുനിന്നാൽ മൂടൽമഞ്ഞിന്റെ ആ ചാരുതയുടെ ഭംഗി നമുക്ക് ഏറെ ആസ്വദിക്കാം. ക്യാമറയുമായി പോകുന്നവർക്ക് ദൃശ്യങ്ങൾ പകർത്താൻ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് മാമ്പഴത്തറ, വ്യൂ പോയിന്റും കുറവൻതാവളവും ഒക്കെ. എസ്റ്റേറ്റുകളുടെ നടുക്കുകൂടിയുള്ള യാത്രയാണ് കുറച്ചു നേരം. അതുവഴി ചെല്ലുമ്പോൾ എത്തുന്നത് ലയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും കുറവൻതാവളം എന്ന പേര് കേട്ട മലയോര ഗ്രാമപ്രദേശത്തിലേക്കുമാണ്. ചെറിയൊരു സ്കൂളും ദേവാലയവും അമ്പലവും കന്തിരിപ്പാറ പള്ളിയുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പഴയകാലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചായപീടികയുമുണ്ട്. തമിഴ് വംശജരും മലയാളികളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരിടമാണ് കുറവൻതാവളം. എസ്റ്റേറ്റ് ലയങ്ങളിൽ ധാരാളം തമിഴ് കുടുംബങ്ങളുണ്ട്. കുറവൻതാവളത്ത് നിന്നും ഹരിതഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ കൊല്ലത്തിന്റെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന മാമ്പഴത്തറ വ്യൂ പോയിന്റിലേക്ക് എത്താം. മനോഹരമായ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലമാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ്. തണുത്ത കാറ്റേറ്റ് കോടമഞ്ഞിറങ്ങുന്ന മലനിരകളുടെ കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ? കൊല്ലത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും.